കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷ വിധിച്ച് കോടതി. സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കും ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 11ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് ശിക്ഷ വിധിച്ച കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രതിയെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. 2 പേർ നേരത്തെ മരിച്ചിരുന്നു. 2 മുതൽ 6 വരെ പ്രതികൾ കൊലപാതകം, ആയുധ നിരോധന നിയമം, അന്യായമായി സംഘം ചേർന്ന് കലാപശ്രമം, ആയുധം ഉപയോഗിച്ച് കലാപശ്രമം എന്നീ കുറ്റങ്ങൾ ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 7 മുതൽ 9 വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു. 1ാം പ്രതിയെ ഒളിപ്പിച്ചതാണ് 11ാം പ്രതിക്കെതിരായ കുറ്റം. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, മനോരാജ്, സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ. CPM-ൽ നിന്ന് BJP-യിൽ ചേർന്ന വിരോധത്തിൽ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. കേസിലെ മുഴുവൻ പ്രതികളും CPM-കാരാണ്. 2005 ഓഗസ്റ്റ് 7-നാണ് സംഭവം നടന്നത്. 5 പേർക്കെതിരെ കൊലപാതക കുറ്റവും 4 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവുമാണ് തെളിഞ്ഞിരുന്നത്. പ്രതികൾ നിരപരാധികളാണ് എന്നും അപ്പീൽ പോകുമെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൊലപ്പെടുത്തുന്നതിന് 6 മാസം മുൻപും സൂരജിനെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമായിരുന്നു മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസ്. TP വധക്കേസിൽ പ്രതിയാണ് ഈ കേസിലെ പ്രതിയായ രജീഷ്. ഇയാൾ നൽകിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മനോരാജിനെ പ്രതിയാക്കിയത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനാണ് മനോരാജ്. 10ാം പ്രതി എടക്കാട് കണ്ണവത്തിൽ മൂല നാഗത്തൻ കോട്ട പ്രകാശിനെയാണ് വെറുതെ വിട്ടത്. 1ാം പ്രതി മുഴപ്പിലങ്ങാട് PK ഷംസുദ്ദീൻ എന്ന ഷംസു, 12ാം പ്രതി മക്രേരി കിലാരൂരിലെ TK രവീന്ദ്രൻ എന്നിവർ മരിച്ചു. മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM ലോക്കൽ സെക്രട്ടറിയുമാണ് പ്രഭാകരൻ. പത്മനാഭൻ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രേംരാജൻ ഹാജരായി. കേസിൽ 28 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 51 രേഖകൾ ഹാജരാക്കിയിരുന്നു. കുറ്റപത്രം നൽകുന്ന സമയത്ത് 2-5 പ്രതികളെ കണ്ടുകിട്ടാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ 2 പേരെയും കണ്ടെത്താനായില്ല. 2012-ൽ TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ അറസ്റ്റിലായ TK രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴിയനുസരിച്ച് രജീഷിനെയും മനോരാജിനെയും കേസിൽ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. സാക്ഷികൾ പ്രതികളെ കണ്ട് തിരിച്ചറിഞ്ഞു. താനും മനോരാജും കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് രജീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സിറ്റി CI ആയിരുന്ന TK രത്നകുമാറാണ് തുടരന്വേഷണം നടത്തിയത്. TK രജീഷ് മഴ കൊണ്ട് തലയ്ക്കും, യോഗേഷ് വാളുകൊണ്ട് കഴുത്തിനും വെട്ടി. ഷംസുദ്ദീൻ, മനോജ് എന്നിവർ വാളുകൊണ്ട് തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്തിയെന്നതാണ് സാക്ഷിമൊഴി. തുടർന്ന് 1ാം പ്രതി ഷംസുദ്ദീൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി. സംഭവ ദിവസം രാവിലെ 8:40-ന് ഓട്ടോറിക്ഷയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത്. വാൾമഴു, കൊടുവാൾ എന്നിവ കൊണ്ടായിരുന്നു ആക്രമണം. സംഭവത്തിന് 6 മാസം മുൻപ് സൂരജിനെ വധിക്കാൻ ശ്രമം നടത്തി. ഈ ആക്രമണത്തിൽ 2 കാലുകൾക്കും വെട്ടേറ്റ് 6 മാസം കിടപ്പിലായിരുന്നു സൂരജ്. കൊലപാതകം നടന്നതിന്റെ 20ാം വർഷം പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചതോടുകൂടി സൂരജിന് നീതി കിട്ടിയെന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രേംരാജൻ പറഞ്ഞത്. കേസിലെ 3 സാക്ഷികൾ വിചാരണ സമയത്ത് കൂറുമാറിയിരുന്നു. 2ാം സാക്ഷി പ്രശാന്ത്, 3ാം സാക്ഷി ചന്ദ്രൻ, സൂരജിന്റെ സുഹൃത്തും 21ാം സാക്ഷിയുമായ അനിൽകുമാർ എന്നിവരാണ് കൂറുമാറിയത്. പ്രതികൾ ആയുധവുമായി പോകുന്നത് കണ്ടുവെന്ന് സൂരജിന്റെ സഹോദരൻ സുഷാജ് മൊഴി നൽകിയിരുന്നു.